മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സമയം നാം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നാം എന്തു ചെയ്യണമെന്നറിയാമോ? നമ്മുടെ സമയത്തെ പാഴാക്കാനായിട്ട് കടന്നു വരുന്നതായ വ്യക്തിജീവിതങ്ങളെ നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ചിലർ നമ്മുടെ സമയവും ഊർജവും അപഹരിക്കുവാനായിട്ട് കടന്നു വരാറുണ്ട്. എന്നാൽ നാം ബുദ്ധിപരമായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റി വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ എന്ന് പൗലോസ് അവിടെ നമ്മളെ എൻകറേജ് ചെയ്യുന്നു. ഈ വചനം നമ്മോട് പറയുന്ന ഒരു സത്യം, സമയം വളരെ വിലപ്പെട്ടതാണ്, അത് നാം തക്കത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ പലതരത്തിലുള്ളതായ ആൾക്കാർ നമ്മുടെ സമയവും നമ്മുടെ ഊർജവും പാഴാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുന്നതിലൂടെ നാം നമ്മുടെക്ക് ദൈവം നൽകിയിരിക്കുന്നതായ സമയത്തിൻ്റെ നല്ല ഗ്രഹവിചാരകന്മാരാകുവാൻ കഴിയും എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമ്മുടെ സമയത്തെ പാഴാക്കുന്ന ഒരു കൂട്ടർ എന്ന് പറയുന്നത് നിരന്തരം പരാതി പറയുന്നതായ വ്യക്തി ജീവിതങ്ങളാണ്. ഇങ്ങനെയുള്ളതായ വ്യക്തികൾ നിരന്തരം നമ്മുടെ ഏതു സാഹചര്യത്തിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. ഇവർ ഒരു സാഹചര്യത്തിലും തൃപ്തരാകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിപ്പോൾ ജോലി സ്ഥലത്തായിക്കോട്ടെ, പൊതു ഇടങ്ങളിലായിക്കോട്ടെ, മറ്റ് സാഹചര്യങ്ങളിലായിക്കോട്ടെ, പലപ്പോഴും ഇവർ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും ഒരു സാഹചര്യവും ഒരു അനുകൂല സാഹചര്യമായിട്ട് ഇവർ കാണാത്തവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മേൽപ്പറഞ്ഞിട്ടുള്ളതായ സ്വഭാവവിശേഷത ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് നമുക്ക് കഴിയും. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ദൈവം അവർക്ക് വേണ്ടുന്നതായ എല്ലാം നൽകിയാണ് അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ പലതിനെപ്പറ്റി വ്യാകുലപ്പെടുന്നതായിട്ടും പല കാര്യങ്ങളിൽ പരാതി പറയുന്നതായിട്ടും ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. തങ്ങൾക്ക് ഭക്ഷിപ്പാൻ ലഭിച്ച ആഹാരത്തെപ്പറ്റി അവർ പരാതി പറയുന്നതായിട്ട് കാണുന്നു. അതുമാത്രമല്ല, അവർക്കും നേതൃത്വം നൽകിയതായ മോശയ്ക്കെതിരെ ദൈവത്തോട് പരാതി പറയുന്നതായിട്ട് നമുക്ക് ഇവരെ കാണുവാനായിട്ട് കഴിയുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 24-25 വാക്യം പറയുന്നത്: കോപശീലനോട് സഹിത്തമരുത്, ക്രോധമുള്ള മനുഷ്യനോട് കൂടെ നടക്കുകയും അരുത്. നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിൻ്റെ പ്രാണൻ കെണിയിൽ അകപ്പെടുവാനും സംഗതി വരരുത് എന്നാണ്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒരു കാര്യം, ഇങ്ങനെയുള്ളതായ വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിരാകരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വ്യക്തികളുമായുള്ള സമ്പർക്കം പുലർത്തുന്നതിലൂടെ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അപകടങ്ങളെ വിളിച്ചു വരുത്തുവാൻ ഇടയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ എപ്പോഴും, എല്ലായ്പ്പോഴും, ഒരിക്കലും എന്നീ പദങ്ങൾ അവരുടെ സംസാരമധ്യേ അവരുപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇങ്ങനെയുള്ളവർ പരാതി പറയുമ്പോൾ ഈ മുകൾ പറഞ്ഞപ്പെട്ടതായ
പദങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവർ എപ്പോഴും നിരാശപ്പെടുത്തുന്നതായ സംഭാഷണങ്ങളായിരിക്കും ഇവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്. നമ്മുടെ ഇഷ്ടകാര്യങ്ങളിൽ പോലും ഇവർക്ക് നമ്മളോട് പരിഭവം പറയാനുണ്ടാകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്: ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയതായതൊക്കെയും സൽഗുണവും പുകഴ്ചയായതൊക്കെയും ചിന്തിക്കണമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ നിരന്തരം പരാതികൾ ഉന്നയിക്കുന്നതായ വ്യക്തിജീവിതങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് പ്രവർത്തിക്കുവാൻ തന്ന സമയത്തെ അപഹരിക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് നാം അവരുടെ സാമീപ്യം നാം നിരാകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ ചില ബൗണ്ടറികൾ വെക്കുന്നത് തെറ്റല്ല എന്ന് നാം മനസ്സിലാക്കുക. അതുമാത്രമല്ല, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയുക. നമ്മുടെ സമയത്തെ പാഴാക്കുന്ന അല്ലെങ്കിൽ അപഹരിക്കുന്ന വേറൊരു കൂട്ടർ എന്ന് പറയുന്നത് കിംവദന്തികൾ പറഞ്ഞു പരത്തുന്നവരാണ്, അല്ലെങ്കിൽ അപവാദം പറഞ്ഞ് പരത്തുന്നവരാണ്. ഇവർ മറ്റുള്ളവരുടെ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിജീവിതങ്ങളാണ്. ഇവർ കിംവദന്തികൾ പറയുന്നു, അത് മറ്റുള്ളവരെക്കുറിച്ച് കഥകൾ പറഞ്ഞ് പരത്തുന്നവരാണ്. യഥാർത്ഥ വിഷയങ്ങൾ മറച്ചു വച്ച് വേറൊരു രൂപത്തിൽ ആത്മീകരുടെ ഇടയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെക്കുന്നവരാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 20-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ, നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, ആകയാൽ വിടുവായനോട് ഇടവരരുത് എന്ന ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമുക്ക് വാണിംഗ് നൽകുന്നുണ്ട്. അപ്പോൾ കിംവദന്തികളെ പറയുന്നവരെ നാം ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് ദൈവം നൽകിയതായ വിലപ്പെട്ട സമയത്തെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. കാരണം ഇവർ നമ്മുടെ ഹൃദയത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടവരാണ്. അതുമാത്രമല്ല, ഇവർ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തിജീവിതങ്ങളാണ്. ഇങ്ങനെയുള്ളവർ എപ്പോഴും സംഭാഷണം ആരംഭിക്കുന്നത് നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സംഭാഷണം മധ്യേ അവർ പലപ്പോഴും ചോദിക്കാറുണ്ട്, അറിഞ്ഞോ ഈ കാര്യം, അല്ലെങ്കിൽ ഇത് മറ്റാരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്? സംഭാഷണങ്ങൾ ആരംഭിക്കുന്നത്. മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ തനിക്ക് നന്നായി അറിയാം എന്നുള്ളതായ രൂപത്തിലായിരിക്കും ഇവർ സംഭാഷിക്കുന്നവരെ. ഇങ്ങനെയുള്ളവരെ നാം എങ്ങനെ നേരിടണമെന്ന് ദൈവത്തിൻ്റെ വചനം മുകൾ പറഞ്ഞതായ വേദഭാഗങ്ങളിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു. ആരെങ്കിലും മറ്റുള്ളവരുടെ കാര്യം പറയുവാൻ ആരംഭിക്കുമ്പോൾ അവരുടെ സാന്നിധ്യമില്ലാത്തതിനാൽ എനിക്കത് കേൾക്കുവാൻ താല്പര്യമില്ല എന്ന് നാം പറഞ്ഞ് ഇവരെ ഒഴിവാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇവർ സംഭാഷിച്ചു കൊണ്ടുവരുന്നതായ സംഭാഷണ വിഷയത്തെ നാം മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. അതുമല്ല, മൂന്നാമത് നാം എന്താ ചെയ്യേണ്ടതെന്നറിയാമോ?
സംസാരം ഉചിതമല്ല എങ്കിൽ നേരിട്ട് അവരോട് തന്നെ പറയേണ്ടത് വളരെ ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെയുള്ളതായ പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നാം അവിടെ കാണുന്നത് ഇപ്രകാരമാണ്: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടരുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമയത്തെ അപഹരിക്കുന്ന രണ്ടാമത്തെ ഒരു കൂട്ടരാണ് കിംവദന്തികൾ, നുണക്കഥകൾ, അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നതായ ഈ വ്യക്തി ജീവിതങ്ങൾ. ഇവരെ നാം ജീവിതത്തിൽ ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതായ സമയത്തെ അപഹരിക്കുവാൻ ശത്രുവിനെ നാം അനുവദിച്ചുകൂടാ. അടുത്തതായി നമ്മുടെ സമയത്തെ അപഹരിക്കുന്ന വേറൊരു കൂട്ടരാണ് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നതായ വ്യക്തിജീവിതങ്ങൾ. ഇത്തരത്തിലുള്ളതായ ആൾക്കാർ എപ്പോഴും എല്ലാ കാര്യത്തിലും വാദപ്രതിവാദം ചെയ്യുവാനും സംവാദം നടത്തുവാനും ആഗ്രഹിക്കുന്നതായ വ്യക്തിജീവിതങ്ങളാണ്. ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. എപ്പോഴും തങ്ങളുടെ ഭാഗം ജയിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിജീവിതങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 2 തിമോഥെയോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങളിൽ പറയുന്നത്: ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമാത്രേ ഇരിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനം നമുക്ക് കാണിച്ചു തരുന്നത് വാദപ്രതിവാദത്തിൻ്റെ അനന്തരഫലങ്ങളെ വ്യക്തമാക്കുന്നതായ ദൈവത്തിൻ്റെ തിരുവചനമാണ്. പ്രയോജനമില്ലാത്തതായ വാദപ്രതിവാദം മൗഢ്യ തർക്കം പോലെയാണ് എന്ന് ദൈവത്തിൻ്റെ ദാസൻ ഇവിടെ പറയുന്നു. ഇങ്ങനെയുള്ളവർ നമ്മെ ആവശ്യമില്ലാത്ത തർക്കസംഗതികളിലേക്ക് വഴച്ച് ഇഴയ്ക്കുകയും എപ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നവരാണ്. സത്യം മനസ്സിലാക്കുവാൻ താല്പര്യമില്ലാത്ത വ്യക്തിജീവിതങ്ങളാണ്. ഇവർ പലപ്പോഴും സാത്താൻ്റെ ഏജൻറ്റുകളായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ വാദപ്രതിവാദത്തിലും കുഴപ്പത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഒരു കൂട്ടരാണ് ഇങ്ങനെയുള്ളവരെന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീയും മൂഢനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവൻ്റെ ഭോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവരുടെ മുമ്പിൽ നാം പലപ്പോഴും നിശബ്ദരായിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഏറ്റവും നല്ല ഉദാഹരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് അവനെ പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ പീലാത്തോസിൻ്റെ പല ചോദ്യങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തു ഉത്തരം പറഞ്ഞില്ല. എന്നാൽ വേറെ ചില സമയങ്ങളിൽ അവൻ വ്യക്തമായ മറുപടി ഉചിതമായ ചെറിയ വാക്കുകളിലൂടെ നൽകിയതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തു താൻ ആവശ്യമില്ലാത്ത വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടതായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം തെളിവ് നൽകുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അവൻ കാണിച്ചതായ മാതൃക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയേണ്ടതാണ്.
അതാണ് പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 പത്രോസ് 3:15 പറയുന്നത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും നാം ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമയത്തെ അപഹരിക്കുന്ന ഒരു കൂട്ടരാണ് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നതായ വ്യക്തിജീവിതങ്ങൾ. അല്ലെങ്കിൽ പലപ്പോഴും എന്തു ചെയ്യുന്നറിയാമോ, ഇവർ നമ്മുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഈ കൂട്ടരിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലതാണ്. അടുത്ത് നമ്മുടെ സമയത്തെ അപഹരിക്കുന്ന വേറൊരു കൂട്ടരാണ് പ്രതിബദ്ധതയില്ലാത്തവർ, അല്ലെങ്കിൽ അൺകമ്മിറ്റഡ് ആയിട്ടുള്ളതായ വ്യക്തിജീവിതങ്ങൾ. ഇങ്ങനെയുള്ളവർ അവർ തീരുമാനമെടുക്കും എങ്കിലും അതിൽ നിലനിൽക്കാത്തവരാണ് ഈ പ്രതിബദ്ധതയില്ലാത്തതായ ആൾക്കാർ. ഇവർ പദ്ധതികൾ തയ്യാറാക്കുമെങ്കിലും ഫലപ്രാപ്തിയിൽ അതിനെ എത്തിക്കാത്തവരാണ് ഇവരെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പം ദൈവം നമ്മുടെ തീരുമാനങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ നാം എടുത്തതായ തീരുമാനത്തിൽ നിലനിൽക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. പ്രതിബദ്ധതയില്ലാത്തവർ ആവശ്യമില്ലാത്ത തീരുമാനങ്ങളിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കും എന്ന് നാം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ളവർ പലപ്പോഴും ഞാൻ ശ്രമിക്കാം എന്നു മാത്രമായിരിക്കും ഇവർ പറയുന്നത്. ഇങ്ങനെയുള്ളവർ അവരുടെ തീരുമാനങ്ങളിൽ അവസാന ഘട്ടം വരുമ്പോൾ ആ തീരുമാനത്തെ മാറ്റുന്ന വ്യക്തിജീവിതങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇവരെ നാം മനസ്സിലാക്കി ഇവരോട് നാം സംസാരിക്കുമ്പോൾ, ഇങ്ങനെയുള്ളവരോട് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ വളരെ വ്യക്തമായിട്ട് അവരോട് പറയേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളെന്തു ചെയ്യണമെന്നറിയാമോ? അവ്യക്തമായ പ്രതിബദ്ധത സ്വീകരിക്കുന്നതിന് പകരം വ്യക്തമായ ചില കാഴ്ചപ്പാടുകളോട് ചോദിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. സത്യസന്ധമായി ഈ വ്യക്തികളോട് സംസാരിക്കുക. ഈ സ്വഭാവവിശേഷത ഉള്ളവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ സ്വഭാവ വിശേഷതകളെപ്പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ അതിൻ്റെ 27-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്, സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം, ശത്രുവിൻ്റെ ചുംബനങ്ങളോ കണക്കിൽ അധികം എന്നുള്ളതാണ്. അടുത്തൊരു കൂട്ടരാണ് ശ്രദ്ധ തിരിച്ചുവിടുന്നതായ വ്യക്തിജീവിതങ്ങൾ. അതായത് ഇങ്ങനെയുള്ളതായ വ്യക്തിജീവിതങ്ങൾ എന്താണ് അവർ ചെയ്യുന്നതെന്നറിയാമോ? നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചതായ ലക്ഷ്യസ്ഥാനത്ത് നിന്ന്, അഥവാ നാം ശ്രദ്ധ കേന്ദ്രീകരിച്ച നമ്മുടെ പദ്ധതികളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന കൂട്ടരാണ് ഈ കൂട്ടർ. ഇവരെ നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇവരെന്തു ചെയ്തെന്നറിയാമോ? നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിച്ച് നമ്മുടെ പദ്ധതികൾ വിജയിക്കുന്നതിനും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും അതിനുവേണ്ടി നാം സ്വീകരിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ വേർതിരിച്ച് വേറൊരു ദിശയിലേക്ക് വിടുവാൻ കഴിയുന്ന വ്യക്തിജീവിതങ്ങളാണ് ഇങ്ങനെയുള്ളതായ വ്യക്തിജീവിതങ്ങൾ. ഇങ്ങനെയുള്ളതായ വ്യക്തിജീവിതങ്ങൾ പലപ്പോഴും ശാരീരികമായ അവരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം എങ്കിലും അവർ
അവിടെ സന്നിഹിതരായിരിക്കുമ്പോൾ തന്നെ അവരുടെ ചിന്ത വേറെ ചില കാര്യങ്ങളിൽ ആയിരിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മോട് കൂട്ടത്തിൽ സംഭാഷിച്ച് നിൽക്കുമ്പോൾ തന്നെ അവർ ഫോൺ ചെക്ക് ചെയ്യുകയും ആ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ ചിന്ത വേറെ പല കാര്യങ്ങളിലായിരിക്കുമെന്ന് നാം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് എന്തു ചെയ്യുവാൻ കഴിയുമെന്നറിയുമോ? അവർ നമ്മുടെ സമയത്തെ അപഹരിക്കുകയും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുവാനായിട്ട് അവർക്ക് കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ലാസറിൻ്റെ ഭവനവും മറിയയും മാർത്തയെയും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിൽ മാർത്ത എന്ന് പറയുന്നതായ കഥാപാത്രം ഈ സ്വഭാവ വിശേഷമുള്ളതായ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറിയ യേശുവിൻ്റെ പാദത്തിലിരുന്ന് അവൻ്റെ വായിൽ നിന്ന് വരുന്നതായ വചനങ്ങളെ കേൾക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ മാർത്ത എന്തു ചെയ്യുന്നെന്നറിയാമോ? അവൾ മറ്റു പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നതായ വ്യക്തിയായിട്ട് ദൈവവചനം ആ മാർത്തയെ പറ്റി പറയുന്നു. പ്രതിബന്ധി നാം ഒരു കാര്യം മനസ്സിലാക്കുക, ഇവർ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അവരുടെ ചിന്ത വേറൊരു കാര്യത്തിലായിരിക്കും. പ്രതിബദ്ധതയില്ലാത്തവർ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തും. ഇവർ പറഞ്ഞതായ അഭിപ്രായങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇവരുടെ സംഭാഷണം വളരെ സമയം ഇവർ സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ വ്യക്തികളെ പെട്ടെന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അത് ചെയ്യുമ്പോൾ തന്നെ മറ്റു പലതിലുമായിരിക്കും ഇവളുടെ ചിന്താമണ്ഡലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ചഞ്ചലമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരിക്കും ഈ കൂട്ടർ. നമ്മുടെ സംഭാഷണ മധ്യേ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഫോണിൽ പരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ അനേക കാര്യങ്ങൾ അവരുടെ ബ്രെയിനിലൂടെ കടന്നു പോകുവാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിജീവിതങ്ങൾക്ക് നമ്മുടെ സമയത്തെ അപഹരിക്കുവാനായിട്ട് കഴിയും. നാം ചെയ്യേണ്ടത് ഇവരുടെ പൂർണ്ണ ശ്രദ്ധ നമ്മുടെ സംഭാഷണത്തിലേക്ക് നാം ആവശ്യപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ഇവരുമായിട്ടുള്ള സംഭാഷണത്തിന് പ്രത്യേക സമയം തീരുമാനിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇങ്ങനെയുള്ളതായ വ്യക്തിജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ സമയത്തെ അപഹരിക്കാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി വേറെ ചിലരുണ്ട്. ആ ആൾക്കാരുടെ പ്രത്യേകതകൾ നമ്മെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിപ്പിച്ച് ഉത്തരവാദിത്വമില്ലാത്ത പ്രശ്നങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും നമ്മെ വഴിതിരിച്ചു വിടുന്നതായ ഒരു കൂട്ടരുണ്ട്. നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി അതിനാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ഈ കൂട്ടർ. ഒരു സാധാരണമായ സംഭവത്തെ പൊടിപ്പും തൊങ്ങലും വെച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായ ഈ കൂട്ടർ, ഇങ്ങനെയുള്ളവരുടെ ജീവിതം നാം പരിശോധിച്ചാൽ ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ തകർന്നു പോയ ബന്ധങ്ങളെ പറ്റിയുള്ള ചരിത്രങ്ങൾ പറയുവാനുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കൂട്ടർ പലപ്പോഴും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങളെ സമീപിക്കുന്നത്. ഇങ്ങനെയുള്ളവർ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാമോ? പ്രശ്നങ്ങളും കുഴപ്പങ്ങളും നമ്മളിൽ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടരുണ്ട്. നാം ഓർക്കണം, ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും പ്രതിസന്ധികൾ കടന്നു വരാം.
അത് മുഖാന്തരമുണ്ടാകുന്നതായ ഓരോ നിരാശയും ചിലപ്പോൾ ദുരന്തങ്ങളായിട്ട് വഴിമാറുവാൻ സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 26 അധ്യായം 20 വാക്യത്തിൽ പറയുന്നു, വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോകും, നുണയനില്ലാഞ്ഞാൽ വഴക്ക് ഇല്ലാതെയാകും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ളതായ വ്യക്തി ജീവിതങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ചെറിയ കാര്യങ്ങളും വലിയ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്നവരാണ്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനപ്രകാരം ഇങ്ങനെയുള്ളവരെ എങ്ങനെ നമുക്ക് നേരിടുവാൻ കഴിയും എന്ന തിരുവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ളവരുമായിട്ട് നേരിട്ട് നാം സംസാരിക്കുന്നതിനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. കാരണം ഇവർ പലപ്പോഴും വ്യത്യസ്ത ധ്രുവങ്ങളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുവാനായിട്ടിടയായിത്തീരും. മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 15 വാക്യം, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അപ്പോൾ നാം ചെയ്യേണ്ടതായ ഒരു കാര്യം, ഇങ്ങനെയുള്ളതായ വ്യക്തികളോട് പലപ്പോഴും നേരിട്ട് സംസാരിക്കുവാൻ നാം തയ്യാറാകണം. അതുപോലെ തന്നെ വേറൊരു കൂട്ടരാണ് ആത്മീകമായ കൃത്രിമം കാണിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ. ഇവർ നമ്മുടെ സമയത്തെ അപഹരിക്കുവാനായിട്ട് ഇടയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആത്മീക കാര്യങ്ങളെയും മതത്തെയും കൂട്ടുപിടിച്ച് സമൂഹത്തെയോ വ്യക്തിജീവിതങ്ങളെയോ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന കൂട്ടരാണ് ഇങ്ങനെയുള്ളവർ. മത്തായിയുടെ സുവിശേഷം 23 അധ്യായം അതിൻ്റെ 13 വാക്യത്തിൽ, കപടഭക്തക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ആത്മീകമായ കൃത്രിമം കാണിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്കെതിരെ ദൈവവചനം നൽകുന്ന താക്കീത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ ആത്മീകമായ കൃത്രിമം കാണിക്കുന്നവർ നമ്മുടെ സമയത്തെ പാഴാക്കുക മാത്രമല്ല, അവർ നമ്മൾക്കുടെ ഉള്ളിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനായിട്ടിടയുണ്ട്. ദൈവിക പദ്ധതിയിൽ മായം ചേർത്ത് ഒരു പുതിയ വെളിപ്പാട് എനിക്ക് കിട്ടി എന്ന് അവകാശപ്പെടും. ആ വെളിപ്പാട് സ്ഥാപിക്കുന്നതിനു വേണ്ടി ദൈവവചനത്തെ കൂട്ടുപിടിക്കും. അങ്ങനെ കൂട്ടുപിടിക്കുന്നതായ ദൈവവചനത്തിൻ്റെ സന്ദർഭമോ സാഹചര്യമോ ഒന്നും വിലയിരുത്തി അല്ലെങ്കിൽ പഠിച്ച് വ്യാഖ്യാനിക്കുന്നതിന് പകരം ഇവരെന്തു ചെയ്യുമെന്നറിയാമോ? ഇവരുടെ വെളിപ്പാടുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി വചനത്തെ കോട്ടിക്കളയുന്നവരാണ്. ഇവർ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പശ്ചാത്താപവും കുറ്റബോധവും കൊണ്ടുവരുവാൻ ഇടയാകുന്നു. ഇവർ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രത്യേക വെളിപ്പാട് എനിക്ക് ഉണ്ട് എന്ന് അവകാശപ്പെടുകയും ഇവരുടെ പദ്ധതികൾ വിജയിക്കുന്നതിനു വേണ്ടി ദൈവവചനത്തെ കൂട്ടുപിടിക്കുന്നവരുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്
ഇങ്ങനെയുള്ളവരെ നാം വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. സൂക്ഷിക്കുക മാത്രമല്ല, ദൈവവചനം എന്ത് പറയുന്നു എന്നറിയാമോ? 2 തിമോഥെയോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മുടെ മുന്നിൽ കടന്നു വരുന്നതായ ഏതു കാര്യമായിക്കോട്ടെ, ആത്മീക കാര്യത്തെ, പ്രത്യേകിച്ച് ആത്മീക കാര്യത്തെ ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ നാം ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ ബെരോവക്കാരുടെ പ്രത്യേകത, അവർ കേട്ട പ്രസംഗം തങ്ങൾ കേട്ടത് അങ്ങനെ തന്നെയോ എന്ന് തിരുവചനപ്രകാരം വിലയിരുത്തുന്നതായ വിശ്വാസികളായിരുന്നു. ആ ഒരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിയുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാം സകലതും ശോധന ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പക്വതയാർന്ന മറ്റുള്ള വിശ്വാസികളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും തെറ്റല്ല. അതിനും നാം തയ്യാറാകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ പറയപ്പെട്ടതായ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഒന്നാമതായിട്ട്, നിരന്തരം പരാതി പറയുന്നതായ വ്യക്തിജീവിതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നമ്മുടെ സമയത്തെ പാഴാക്കുവാൻ നാം ഇവരെ അനുവദിക്കുന്നില്ല. രണ്ടാമതായിട്ട്, കിംവദന്തികൾ, നുണക്കഥകൾ, അപവാദങ്ങൾ, വിമർശകർ, ഇവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയതായ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വേറൊരു കൂട്ടരാണ് വാദപ്രതിവാദക്കാർ, സംവാദം ചെയ്യുന്നവർ. ഇവരെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റായ ആശയങ്ങൾ കുത്തിനിറയ്ക്കുവാനുണ്ട്. പലപ്പോഴും ഇവർ സാത്താൻ്റെ വക്താക്കളായിട്ട് തിരുവചനത്തിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് എങ്ങനെയും തങ്ങളുടെ ഭാഗം വിജയിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണ്. നാലാമത്തെ ഒരു കൂട്ടർ പ്രതിബദ്ധതയില്ലാത്തതായ വ്യക്തി ജീവിതങ്ങളാണ്. അഞ്ചാമത്തെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നതായ ഒരു കൂട്ടരാണ്. ആറാമത്തെ വ്യക്തിജീവിതങ്ങളെന്ന് പറയുന്നത് അവരെങ്ങനെയുള്ളവരാണെന്നറിയാമോ? ഡ്രാമ ക്രിയേറ്ററാണ്. അവരെ എന്തു ചെയ്യണം? നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒഴിവാക്കുമ്പോൾ നമ്മുടെ സമയം അവർ അപഹരിക്കുവാനായിട്ട് ഇടയില്ല എന്നുള്ളതാണ്. ഏഴാമതായിട്ട് നാം മനസ്സിലാക്കണം, ആത്മീകമായ കൃത്രിമം കാണിക്കുന്ന വ്യക്തിജീവിതങ്ങൾ. ഇവർക്ക് നമ്മളുടെ സമയത്തെ അപഹരിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത്, നാം ദൈവവചനത്തിൽ ദൃഢതയുള്ളവരായിരിക്കണം. ദൈവവചനം നന്നായിട്ട് പഠിക്കണം, വായിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. 119-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നത് പോലെ ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരായിരിക്കണം. നാം നമ്മുടെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തിൽ കാണുന്ന, കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും ദൈവവചനമനുസരിച്ച് ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ പറയപ്പെട്ടതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയത്തെ പാഴാക്കിക്കളയുന്നതായ വ്യക്തിജീവിതങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ഓർക്കുക, ഇതാരെയും ന്യായം വിധിക്കുവാനോ ആരെയും വേർതിരിച്ചു കാണുവാനോ അല്ല. ദൈവവചനപ്രകാരം ചില അതിർവരമ്പുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വെക്കുന്നത് അതൊരിക്കലും തെറ്റല്ല. നാം ദൈവവചനം അനുസരിച്ച് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും
അവരുടെ സ്വഭാവവിശേഷതകൾ കഴിവതും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ശ്രമിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തെ ഫലമുള്ളതായ ഒരു ആത്മീക ജീവിതമാക്കി മാറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.